അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇലക്ട്രോണിൻ്റെ ബുക്ക് മാത്രമേ റിവ്യൂ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർക്ക് നല്ല പ്ലാറ്റ്ഫോമിൽ നിന്ന് ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബുക്കിൻ്റെ റിവ്യൂ അൺബോക്സിംഗ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നല്ല അടിപൊളി പാക്കിങ് കേട്ടോ. കാരണം ഓക്കെ, ഇലക്ട്രോണിൻ്റെ ലൈനോടെ നമ്മൾ വാങ്ങിച്ചേക്കുന്നത് ഈ MCQs ആൻഡ് PYQ ബുക്സാണ്. ഓക്കെ, ഹാൻഡ് ബുക്സൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ കയ്യിൽ ഇത്രയും ബുക്കുകൾ വാങ്ങാൻ കാശില്ലാത്തതുകൊണ്ടാണ് നമ്മൾ MCQs ആൻഡ് PYQ ബുക്സ് വാങ്ങിച്ചിരിക്കണത്. ഓക്കെ, നമ്മൾ പൊട്ടിച്ച് നോക്കിയിട്ട് കറക്റ്റ് നമ്മൾ റിവ്യൂ പറയാൻ വേണം എന്താ സംഭവം. ഓക്കെ, പാക്കിങ് കൊടുക്കാം. മറ്റേ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആമസോണിൽ സാധനം തന്നത് ഓർഡർ ചെയ്ത് പിറ്റേ ദിവസം എനിക്ക് സാധനം കിട്ടിയിട്ടാ. അതാണ് എൻ്റെ ഡെലിവറിയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അത് അടിപൊളി പാക്കിങ് കേട്ടോ. ഇങ്ങനത്തെ പാക്കിങ് കണ്ടില്ല. നല്ല വൃത്തിയുണ്ട്, കാണുമ്പോൾ തന്നെ എടുക്കാൻ വേണ്ടി. ഓക്കെ, പക്ഷെ ഞാൻ ഈ ബുക്ക് കുറച്ചും കൂടി സൈസുള്ള സാധനം പ്രതീക്ഷിച്ചു. പക്ഷെ ബുക്ക് കുറച്ച് ചെറുതാണ്. ഞാൻ അവർ വാട്സപ്പിൽ അയച്ചെന്ന ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ കുറച്ചുകൂടി അത്യാവശ്യം നല്ല സൈസ് ഉള്ള ബുക്കായിട്ട് ഫ്രീ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇലക്ട്രോണിൻ്റെ ബുക്കായിട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം പേജസ് കുറവുണ്ടല്ലേ, ഏകദേശം സെയിം സൈസ് കേട്ടോ. ഓക്കെ, നമുക്കിനി ബുക്കിൻ്റെ സൈസ് ചെറുതാണ്ടേ ഫോൺ സൈസിൽ എന്തൊക്കെ മാറ്റണമെന്ന് നമുക്ക് അറിയേണ്ടി വരും. ഓക്കെ, ഇത് നമ്മുടെ ഫസ്റ്റ് ബുക്ക് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് PYQ ബുക്സ് എന്ന് ഓർത്തുണ്ട്. ലേണിങ്ങോടെ പ്ലാറ്റ്ഫോമിൻ്റെ ലോഗോ എല്ലാവരുടെയും ഉണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ തുറന്ന് നോക്കി കഴിയുമ്പോൾ ഓക്കെ എല്ലാ ബുക്കിലുള്ള പോലെ തന്നെ ഒരു ഇൻഡെക്സ് കൊടുത്തുണ്ട്. ഇത് PYQ ബുക്ക് ഉണ്ടാവും. ഓരോ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കീ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് സൊല്യൂഷൻസ് ഉണ്ടോ ഇല്ലേ എന്ന് നമുക്കറിയില്ല. ഓക്കെ, ആകെ കോഡ് മാത്രമേ ഇപ്പോൾ കൊടുത്തുള്ളൂ കേട്ടോ. മറിച്ച് നോക്കണ്ടേ. 56 ഓക്കെ, അപ്പോൾ ഇതാണ് ലേണിനോട് ബുക്ക്. നല്ല വൃത്തിയിൽ പാക്ക് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. ബുക്ക് തുറക്കുമ്പോൾ തന്നെ ഇൻഡെക്സ് ഉണ്ട്. ഇൻഡെക്സിൽ കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് കൊടുത്തിട്ടുണ്ട്. ഇത് PYQ ബുക്കാണ് കേട്ടോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതിലിപ്പോൾ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ 098/2023. അത് കഴിഞ്ഞ KCB എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറല്ലേ. ഓക്കെ, പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻസുകൾ കൊടുത്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ കീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡീറ്റെയിൽഡ് സൊല്യൂഷൻസ് ഉണ്ടോ നമുക്ക് നോക്കാം. ഇലക്ട്രോണിൻ്റെ ബുക്ക് പോലെ തൊണ്ണൂറ്റിനാല് ക്വസ്റ്റ്യൻസ് ഉള്ളൂ കേട്ടോ. എനിക്കവിടെ 4 ക്വസ്റ്റ്യൻസ് ക്യാൻസലായി പോയി തോന്നുന്നു. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷനായിട്ട് കണ്ടില്ല. കീസ് ഉണ്ട്. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ തന്നെയെന്ന് തോന്നുന്നു. എനിക്ക് ബാക്കി ബുക്ക് അങ്ങനെ നോക്കാം. ഇത് MCQ ബുക്കാണ് കേട്ടോ. വോളിയം 4 ആണ് കാണുന്നത്. ഓക്കെ, തുറക്കുമ്പോൾ തന്നെ ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ഇലക്ട്രോണിക്സിന് കിടക്കുന്നുണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡീറ്റെയിൽ സൊല്യൂഷൻ കയ്യോടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇലക്ട്രോണിൻ്റെ ബുക്ക് പോലെ 2-3 പേജ് മറക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കൊടുത്തിട്ടുണ്ട്.
കയ്യോടെ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് ബുക്ക് നമ്പർ 4 കേട്ടോ. ഇനി ബുക്ക് നമ്പർ 3 ഉണ്ട്. 3ൽ എന്തുള്ള 3ൽ ബേസിക് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക് ഡിവൈസസ്, അനലോഗ് സർക്യൂട്ട്സ്, പവർ സിസ്റ്റം. ദാറ്റ്സ് ഓൾ ഇൻ പവർ സിസ്റ്റംസ് എന്നല്ല പറയണ്ടേ. ഓക്കെ, ക്വസ്റ്റ്യൻസും ആൻസറും എക്സ്പ്ലനേഷൻ തന്നെ. MCQ വോളിയം 2 കേട്ടോ. അതിലെന്തിട്ടുള്ള AC മെഷീൻസ്, ട്രാൻസ്ഫോമേഴ്സ്, DC മെഷീൻസ്, ഇലക്ട്രോ മാഗ്നറ്റിക്സ്, മിസ്ലേനിയസ്. സെയിം ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. ഇനി വോളിയം 1ൽ ബേസിക് ഇലക്ട്രിക്കൽ, AC ഫണ്ടമെൻ്റൽസ്, പവർ ഇലക്ട്രോണിക്സ്, മെഷർമെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഫയർ ആൻഡ് സേഫ്റ്റി, സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ്. ഓക്കെ, ക്വസ്റ്റ്യൻസും ആൻസേഴ്സും സെയിം. ഈ ഒരു PYQ അറിയത്തില്ലേ, PYQക്ക് മാത്രം എനിക്ക് കുറച്ച് പ്രശ്നമായിട്ട് തോന്നിയത്. അതിൽ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് സൊല്യൂഷൻസ് കൊടുക്കാനുണ്ട്. ഞാൻ മറിച്ച് നോക്കിയിട്ട് കണ്ടില്ല. ഇനി ഒളിഞ്ഞിട്ടുണ്ടോയെന്ന് അറിഞ്ഞോ, ഉണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയാവുന്നതാണ്. ഓക്കെ, പക്ഷേ ഈ ബുക്ക് ആർക്കാണ് ഉപയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സബ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഈ പ്രിപ്പറേഷൻ ചെയ്യുന്നവർക്ക് ഉപയോഗപ്രദമായ ബുക്ക് ആണത്. കാരണം ഒരു ഫോക്കസ് ചെയ്യണത് സിലബസ് തന്നെ ഇത് ബേസ്ഡ് ആയിരിക്കും. ഓക്കെ, കൂടുതൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ റിലേറ്റഡ് സാധനങ്ങൾ ചെയ്യാനാണ് ഇവർക്ക് താല്പര്യം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ദിവസം നമ്മൾ വേറെ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.